അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, 6 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് 2 സവാളയും കൂടി ചേർത്തിട്ട് പാകത്തിലുള്ള ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നത് ഞാൻ ലാസ്റ്റാണ് ചേർത്തത്, മറന്നുപോയതാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചിക്കനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച ചിക്കൻ റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.